ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ NMMS. സോ നിങ്ങളുടെ NMMSന്റെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NMMSൽ മാറ്റിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൂടിയുള്ള ടോപ്പിക്കും കൂടിയാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. സോ കൂടുതൽ ടൈം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ടാവുക എന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വേർഡ് തരും, അതിന്റെ ഒരു കോഡ് കൊടുക്കും. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഒരു വേർഡ് വന്നു, അതിന്റെ ഒരു കോഡ് തരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വേർഡ് തരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോഡ് എന്തായിരിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇഫ് ഡാഷ് ഈസ് കോഡഡ് ആസ് ദിസ്, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വേർഡ് തന്നിട്ട് അതിന്റെ കോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മേജർലി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഫസ്റ്റത്തെ ഈ ഒരു വേർഡും അതുപോലെ തന്നെ അതിന്റെ കോഡും ഈ ഒരു റിലേഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അവിടുത്തെ റിലേഷൻ, എന്തിന്റെ ബേസിസിലാണ് അവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് വളരെ 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 ഈസിയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ ബേസ് ചെയ്തിട്ട് ആ കോഡിങ് വരാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു 5 ടൈപ്പ് ആയിട്ടാണ് അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ലെറ്റർ കോഡിംഗ് ഉണ്ട്, ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് ഉണ്ട്, നമ്പർ അല്ലെങ്കിൽ സിമ്പിൾ കോഡിംഗ് ഉണ്ട്. അതിന് താഴെയായിട്ട് ഡെസിഫറിംഗ് മെസ്സേജ് വേർഡ് കോഡിംഗ് ഓർ നമ്പർ കോഡിംഗ് എന്നൊക്കെ കാണാം. നമുക്കത് വായിക്കുന്ന സമയത്ത് വലിയ എന്തോ സംഭവമായിട്ട് തോന്നും, പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കും. ലാസ്റ്റത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കോഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. അതിൽ ഒന്നാമത്തതാണ് ലെറ്റർ കോഡിംഗ്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. In a certain code language, if the word player is coded as AELPRY, how is the word manager coded in that language? ഇനി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലെയർ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? ഒരു കോഡ് ഭാഷയിൽ നമ്മൾ അതിനെ കോഡ് ചെയ്യുന്നത് AELPRY എന്നുള്ള രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മാനേജർ എന്നുള്ള വേർഡ് നമ്മൾ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. മാനേജർ എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഡയറക്റ്റ് ഒരു നോർമൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ കോഡിംഗ് ആണ്, ഡയറക്റ്റ് അല്ല, ലെറ്റർ കോഡിംഗ് ആണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, പ്ലെയർ എന്നുള്ള ഒരു വേർഡ് കൺസിഡർ ചെയ്യാം. പ്ലെയർ എന്നുള്ള വേർഡ് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. അതിലുള്ള ലെറ്റേഴ്സ് നോക്കാം. ആ ഒരു ലെറ്റേഴ്സ് ഒക്കെ തന്നെയല്ലേ അതിന്റെ കോഡിലും വന്നിട്ടുള്ളത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയേ. അപ്പോ പി കൺസിഡർ ചെയ്യാം. പി എന്തുണ്ട്, ഇവിടെ ഉണ്ട്, പി ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് എൽ വരുന്നുണ്ട്, ഇവിടെ എൽ വരുന്നുണ്ട്, എ വരുന്നുണ്ട്, എ വരുന്നുണ്ട്, വൈ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ വൈ ഉണ്ട്, ഇ ഉണ്ട്, അതുപോലെ തന്നെ ഇ ഉണ്ട്, ആർ ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്ലെയർ എന്നുള്ള ആ വേർഡിലെ അതിലെ ലെറ്റേഴ്സ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ കോഡിലുള്ളത്. ദാറ്റ് മീൻസ് അവിടെ എന്തോ ഒരു തരത്തിലുള്ള ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. പുറത്തുനിന്ന് വേറെ ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള റിലേഷനിലോട്ടൊന്നും പോയിട്ടില്ല. ഉള്ള ലെറ്റേഴ്സിനെ വെച്ചിട്ട് എന്തോ ഒരു തരത്തിലുള്ള ചെറിയൊരു അറേഞ്ച്മെന്റ് ഒക്കെ വരുത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിന്റെ കോഡ് വരുന്നത്. അപ്പൊ ഇനി അടുത്ത ചിന്ത എങ്ങനെ പോകേണ്ടത്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് ബേസിസിലാണ് അവർ അറേഞ്ച്മെന്റ് നടത്തിയിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, AELPRY, അതായത് പ്ലെയർ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തത്. അപ്പൊ എ വന്നു ആദ്യം, പിന്നെ ഇ വന്നു, പിന്നെ എൽ വന്നു, പിന്നെ പി വന്നു, പിന്നെ ആർ വന്നു, പിന്നെ ലാസ്റ്റ് വൈ വന്നു. ഉള്ള ലെറ്റേഴ്സ് എന്ത് ചെയ്തു, അവരുടെ ആൽഫബറ്റിക് ഓർഡർ ആ ഒരു ബേസിസിൽ ജസ്റ്റ് അറേഞ്ച് ചെയ്തു. അത്രയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാനേജറിനെയും നമുക്ക് എന്ത് ചെയ്യാം, സെയിം രീതിയിൽ ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ജസ്റ്റ് നോക്കുക, മാനേജർ എന്നുള്ള വേർഡ് അവിടെ എ ഉണ്ടോ? എ ഉണ്ട്. എ ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. എ. അപ്പൊ നമ്മൾ രണ്ട് വേർഡിനെയും എന്ത് ചെയ്യുക, രണ്ട് ലെറ്ററിനെയും ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക, കാരണം അത് നമ്മൾ ഓൾറെഡി എടുത്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എയും കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് ഇ വരുന്നുണ്ട് അല്ലെ, ഇ വരുന്നുണ്ട്. നെക്സ്റ്റ് EFG ഉണ്ട്, HIJKLMN, എമ്മും എന്നും ഉണ്ട്. ഓക്കെ, പിന്നെ ബാക്കി ആരെ വരുന്നത്, 6 മാത്രമാണ് അല്ലേ. ഇപ്പൊ 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ആണ്. 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ആണ്. അപ്പൊ AAEGMNR, AAE ഈ ഒരു ഓപ്ഷൻ അല്ല, AAGE ആണ് ഇവിടെ വരുന്നത്. ഇതല്ല, AAEGMNR ആണ് നമുക്ക് വരിക. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ വരിക. ഡിയിൽ നോക്കുക, NMR ആണ്. അപ്പൊ N എന്ന് പറയുന്നത് 14th ലെറ്റർ ആണ്, M 13 ആണ്. അപ്പൊ 13 ആദ്യം വരണം, M ആദ്യം വരണം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോഡ് ലാംഗ്വേജ്, പിക്ചർ എങ്ങനെയാ കോഡ് ചെയ്തിട്ടുള്ളത്? പിക്ചറിന്റെ കോഡ് നോക്കാം. ഞാനിവിടെ പിക്ചർ എന്ന് എഴുതുന്നുണ്ട്. പിക്ചർ
അതിന്റെ കോഡ് വരുന്നത് QHD SVQF. അപ്പൊ ജസ്റ്റ് നോക്കുക, P 16ാമത്തെ ലെറ്റർ ആണ്, I 9ാമത്തെ ലെറ്റർ ആണ്, C 3ാമത്തെ ലെറ്റർ ആണ്, T 20 ആണ്, Q 21 ആണ്, R 18 ആണ്, E 5 ആണ്. ആണല്ലോ. ഇനി Q 17ാമത്തെ ലെറ്റർ ആണ്, H 8ാമത്തെ ലെറ്റർ ആണ്, നെക്സ്റ്റ് D വരെ 4ാമത്തെ ലെറ്റർ ആണ്, S 19ാമത്തെ ലെറ്റർ ആണ്, P 22ാമത്തെ ലെറ്റർ ആണ്, Q 17ാമത്തെ ലെറ്റർ ആണ്, F 6ാമത്തെ ലെറ്റർ ആണ്. അപ്പോ എങ്ങനെയാണ് ആ റിലേഷൻ വരുന്നത്? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇവിടെ 16ൽ നിന്ന് 17ലേക്ക് വന്നു, ദാറ്റ് മീൻസ് +1 ആണ് അല്ലെ. 9ൽ നിന്ന് 8ലോട്ട് വന്നു, ദാറ്റ് മീൻസ് -1 ആണ്. വീണ്ടും 3ൽ നിന്ന് 4ലോട്ട് പോയി +1 ആണ്. 20ൽ നിന്ന് 19ലോട്ട് വന്നു -1 ആണ്. 21ൽ നിന്ന് 22ലോട്ടായി +1 ആണ്. 18ൽ നിന്ന് 17ലോട്ട് വന്നു -1 ആണ്. സോ +1 -1 +1 -1 എന്നുള്ള രൂപത്തിലാണ് നമുക്ക് റിലേഷൻ പോകുന്നത് അല്ലെ. +1 -1 +1 -1 എന്നുള്ള രൂപത്തിലാണ് നമുക്ക് റിലേഷൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ് കോഡ് ചെയ്യേണ്ടത്? ബ്രൗസർ ആണ് നമുക്ക് കോഡ് ചെയ്യേണ്ടത്. ബ്രൗസർ. അപ്പൊ ആദ്യം +1 അല്ലേ, ഇപ്പൊ B കഴിഞ്ഞിട്ട് അടുത്തൊരു ലെറ്റർ C ആണ്. ഓക്കെ, ഇനി ആറിന്റെ മുമ്പുള്ള ലെറ്റർ. ഓക്കെ, R എന്ന് പറയുന്നത് 18ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 17ാമത്തെ ലെറ്റർ ഏതാണ്? Q ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് പറ്റും. ഇവിടെ CO ആണ് വരുന്നത്. ഇനി O 15 ആണ്. അപ്പൊ 16ാമത്തെ ലെറ്റർ നമുക്ക് P വരണം. CQP. ഈ ഒരു ഓപ്ഷൻ ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു ഓപ്ഷനും കട്ട് ചെയ്തു. ഓപ്ഷൻ B ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് വരിക എന്നുള്ളത്? അപ്പൊ ബാക്കി നമ്മൾ കണ്ടെത്തണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി കണ്ടെത്താം. അപ്പൊ അടുത്ത -1 ആണ്. W മുമ്പുള്ള ലെറ്റർ V ആണ്. നെക്സ്റ്റ് S കഴിഞ്ഞിട്ട് S 19 ആണ്. 20ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് T ആണ്. ന്റെ മുൻപുള്ള ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. R ശേഷമുള്ള ലെറ്റർ S ആണ്. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആക്കാം. പക്ഷെ ഒരു എക്സാം സിനാരിയോയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡുകളും അവിടെ വിലപ്പെട്ടതാണ്. ഫാസ്റ്റ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്ട്ലി അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a certain code language, ITNIETAM is code for intimate. അപ്പോൾ ജസ്റ്റ് നോക്കുക, സിമ്പിൾ ആണ്. ITNIETAM. ഓക്കെ, ഇതിൽ എന്തിന്റെ കോഡാണ്? ഇന്റിമേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡാണ്. ഇന്റിമേറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ which of the following words has the code for TREVNIETARBI? ഓക്കെ, അപ്പൊ അതിന് മുമ്പേ ഇവിടെ എന്താണ് റിലേഷൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഇന്റിമേറ്റ് എന്നുള്ള ഈ ഒരു വേർഡ് കൺസിഡർ ചെയ്യാം. ഇതിനെ 2 ഹാഫ് ആക്കി. ഇതൊരു ഫസ്റ്റ് ഹാഫ്, ഇതൊരു സെക്കൻഡ് ഹാഫ്. ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്റേണൽ അറേഞ്ച്മെന്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. അതായത് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിലുള്ളത്. അപ്പൊ അങ്ങനെ തന്നെയാണല്ലോ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഇതൊന്ന് റിവൈസ് ചെയ്യാം. INTI ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ITNI എന്നായി. MATE റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ETAM എന്ന് വന്നു. LAE കോഡ്. അപ്പൊ എന്ത് ചെയ്യുക, 2 ഹാഫ് ആക്കുക, റിവേഴ്സ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നതും അതേപോലെ 2 ഹാഫ് ആക്കി റിവേഴ്സ് ചെയ്താൽ മതി. സോ 1 2 3 4 5 6 7 8 9 10 11 12 12 ലെറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. സോ അതിന്റെ കറക്റ്റ് 6ാമത്തെ ലെറ്ററിൽ മുറിക്കുക. 1 2 3 4 5 6 ആയി. 6 7 12 ലെറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യുക, 6 കഴിയുമ്പോൾ മുറിക്കുക. സോ 1 2 3 4 5 6 ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാ, റിവേഴ്സ് ചെയ്യാം. സോ INPERT. ഇനി രണ്ടാമത്തെ റിവേഴ്സ് ചെയ്യാം. IBRAT. സോ ഇൻവെർട്ടിബ്രേറ്റ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇൻവെർട്ടിബ്രേറ്റ്. ഓക്കെ, INVR ആണ് ഇവിടെ വരുന്നത്. നമുക്ക് VER ആണ് വരേണ്ടത്. സോ ഇത് പറ്റൂല. നെക്സ്റ്റ് INVERT IBAR ആണ് വരുന്നത്. നമുക്കിവിടെ RA ആണ് അല്ലെ, RA ആണ് വരുന്നത്. സോ അതും നമുക്ക് പറ്റില്ല, ഈ ഒരു ഓപ്ഷനും വെട്ടാം. നെക്സ്റ്റ് INVERT IBRE ആണ് വരുന്നത്. അതും നമുക്ക് പറ്റൂല, RA ആണ് നമുക്ക് വരേണ്ടത്. സോ INVERT IBRAT D ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക, വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ലെറ്റർ കോഡിങ്ങിലോട്ട് പോവാണ്. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് സ്റ്റാർ കീ ഈസ് റിട്ടൺ ആസ് LBFMG ആൻഡ് മൊബൈൽ ഈസ് റിട്ടൺ ആസ് TNRSPJ. ഹൗ വിൽ ബ്ലെയിം ബി റിട്ടൺ ഇൻ ദാറ്റ് സെയിം കോഡ് ലാംഗ്വേജ്? ഓക്കെ, അപ്പോൾ ഒരു കോഡ് ഭാഷയിൽ എങ്ങനെയാണ് അവിടെ കോഡ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഫസ്റ്റത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് സ്റ്റാർക്കാണ്. ഏതാണ്? സ്റ്റാർക്കാണ്. ഓക്കെ, സ്റ്റാർക്ക്. ഓക്കെ, അപ്പൊ അതിനെ കോഡ് ചെയ്യുന്ന രൂപം എന്ന് പറയുന്നത് LBFMG ആണ്. LBFMG ആണ്. ഓക്കെ, അതുപോലെ തന്നെ മൊബൈൽ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് നോക്കാം. മൊബൈൽ ഓക്കെ, TNRSPJ ആണ്. TNRSPJ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്? ബ്ലെയിം ആണ്. നമുക്ക് ചെയ്യാനുള്ളത് ബ്ലെയിം. ഓക്കെ, സോ ഇതാണ് ഡയറക്റ്റ് ലെറ്റർ കോഡിങ്. ഡയറക്റ്റ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ്. എസിന്റെ കോഡ് L, ടിന്റെ കോഡ് B, എന്റെ കോഡ് F, ആറിന്റെ കോഡ് M, ടിന്റെ കോഡ് G, എമ്മിന്റെ കോഡ് T, ഓന്റെ കോഡ് N, ബിന്റെ കോഡ് R, ഐന്റെ കോഡ് S, എല്ലിന്റെ കോഡ് P, അതുപോലെ തന്നെ ഇന്റെ കോഡ് J. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കോഡിംഗ് ആണോ ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് ആണോ എന്ന് അറിയാം. മോസ്റ്റ് ഓഫ് ദി ടൈം നിങ്ങൾക്ക് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. മൂന്നാമത്തായിരിക്കും ചോദിക്കുക. ഈ 2 എക്സാമ്പിൾ കൊടുത്തതൊക്കെ ലെറ്റർ കോഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെ? ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദി കേസസിൽ അങ്ങനെയാണ് വരാറുള്ളത്, ക്വസ്റ്റ്യനിൽ കാണാറുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ ബ്ലെയിം എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, ഈ ഒരു വേർഡിലെ എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ B ഇവിടെ ഉണ്ട്, അല്ലെ? നെക്സ്റ്റ് L നോക്കുന്ന സമയത്ത് L ഇവിടെ ഉണ്ട്, A നോക്കുന്ന സമയത്ത് A ഇവിടെ ഉണ്ട്, M നോക്കുന്ന സമയത്ത് M ഇവിടെ ഉണ്ട്, E നോക്കുന്ന സമയത്ത് ഇയും ഇവിടെ വരുന്നുണ്ട്. സോ ആ രൂപത്തിൽ ബിന്റെ കോഡ് ഏതാണ്? ബിന്റെ കോഡ് ജസ്റ്റ് നോക്കുക, 6 ആണ്. അല്ലേ? ബിന്റെ കോഡ് 6 ആണ്. നെക്സ്റ്റ് എല്ലിന്റെ കോഡ് എല്ലിന്റെ കോഡ് P ആണ്. നെക്സ്റ്റ് എന്റെ കോഡ് F ആണ്. നെക്സ്റ്റ് എമ്മിന്റെ കോഡ് T ആണ്. നെക്സ്റ്റ് ഇന്റെ കോഡ് J ആണ്. സോ RPF TJ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഓക്കെ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഷീപ്പ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? GAXXR. ഓക്കെ, നോക്കുക, ഷീപ്പ് GAXXR. ഓക്കെ, അതുപോലെ തന്നെ ബ്ലീറ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? HPXTN. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലേറ്റ് ആണ് ഇനി കണ്ടെത്താനുള്ളത്. സ്ലേറ്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഒബ്സർവേഷൻ ഇങ്ങനെ നോക്കാൻ പറ്റും. ഇയും അതിന്റെ സെയിം കോഡായിട്ട് എക്സും എക്സ് തന്നെ വന്നു. ഓക്കെ, ഇനി നമുക്ക് എസ് ആണ് ആദ്യം കാണേണ്ടത്. അപ്പൊ എസിന്റെ കോഡ് ഏതാണ്? G ആണ്. ഇനി എല്ലിന്റെ കോഡ് P ആണ്. എന്റെ കോഡ് T ആണ്. ടിയുടെ കോഡ് N ആണ്. ഇന്റെ കോഡ് GPTNX എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. GPTNX. ഓക്കെ, ഓപ്ഷൻ A ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം? വരുന്നുണ്ടായിരിക്കും. സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു ടൈപ്പിലോട്ട് പോവാം, നമ്പർ ഓർ സിമ്പിൾ കോഡിംഗ്. ഓക്കെ, അപ്പോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്പർ ബേസ് ചെയ്തിട്ട് കോഡ് ചെയ്യുക, അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്ത് കോഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. വർക്ക് ഈസ് കോഡഡ് ആസ് 412-916. ഓക്കെ, നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വർക്കിന്റെ കോഡ് എന്താണ്? വർക്ക് 412-916. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ എന്താ? വുമൺ ആണ്. വുമൺ. സോ ഡബ്ല്യുവിൻ്റെത് 4 ആണ്, ഓൻ്റെത് 12 ആണ്. അങ്ങനെ നമുക്ക് ഒരു കണക്കിൽ ആൻസർ പറയാൻ പറ്റും. ആ രൂപത്തിൽ എന്താണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. ആണല്ലോ. ഇനി ഒരു കാര്യം കൂടി നോക്കുക, അവിടെ എങ്ങനെയാണ് റിലേഷൻ വരുന്നത് നോക്കുക. ഇപ്പോ W എന്ന് പറയുന്നത് 23rd ലെറ്റർ ആണ്. ആണല്ലോ, 23rd ലെറ്റർ ആണ്. O എന്ന് പറയുന്നത് 15th ലെറ്റർ ആണ്. R 18th ലെറ്റർ ആണ്. K 11th ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഡബ്ല്യുവിന്റെ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ നോക്കുന്ന സമയത്ത് W 4ാമത്തെ ലെറ്റർ ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? 23 + 4 27, 15 + 12 27. കാരണം എല്ലാത്തിനും ബാക്ക് എന്നുള്ള പൊസിഷൻ ആണ് ഇവിടെ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്താൽ മതി? ബാക്കിൽ നിന്നുള്ള പൊസിഷൻ കാണാൻ 27ൽ നിന്ന് അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എമ്മിന്റെ കേസ് കാണാൻ വേണ്ടിയിട്ട് എമ്മിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വാല്യൂ 13 ആണ്. അപ്പൊ 27 മൈനസ് 13 14 ആണ്. എന്റേത് നമുക്ക് ഡയറക്റ്റ്ലി അറിയാം ഏതാണ്, 26 ആണ് അല്ലെ. ഇനി എന്നിൻ്റെത് 14 ആണ് ഫ്രണ്ടിൽ നിന്നുള്ള വാല്യൂ. അപ്പൊ 27 മൈനസ് 14 നമുക്ക് 13 വന്നു. ഓക്കെ, 4 12 14 26 13 ഓപ്ഷൻ എ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ നമ്മുടെ ശരി ഉത്തരമായിട്ട് വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അപ്പോൾ ഇത് വരുന്നത് നമ്പർ ഓർ ലെറ്റർ കോഡിങ്ങിലും ആണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് കോഡിങ്ങും ആണ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജുവിന്റെ കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. രാജുവിന്റെ കോഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് 11 12 13 14. അതുപോലെ തന്നെ ജംഗ് എന്നുള്ളതിന്റെ കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ JU 13 14 ആണ്. ഇവിടെ JU ഇവിടെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും 13 14 10 9 ആണ്. അങ്ങനെയാണെങ്കിൽ റാങ്കിന്റെ കോഡ് എന്താന്നുള്ളതാണ് റാങ്ക്. ഓക്കെ, ആറിന്റെ കോഡും എന്റെ കോഡും നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. 11 12 ആണ്. 11 12 എന്നും കെയും ഇവിടെയുണ്ട് അല്ലേ, 10 9 10 11 12 10 9 11 12 10 9 ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം വരുന്നുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആണ് നമ്മൾ ഡെസിഫറിംഗ് മെസ്സേജ് വേർഡ് കോഡിംഗ് ഓർ നമ്പർ കോഡിംഗ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമായിട്ട് നമുക്ക് തോന്നും. ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഇറ്റ് പിറ്റ് സിറ്റ് നോക്കുക. ഇറ്റ് പിറ്റ് സിറ്റ് അത് നിങ്ങൾക്ക് മലയാളം ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടേം അങ്ങനെ തന്നെ ആയിരിക്കും തരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇറ്റ് പിറ്റ് സിറ്റ് ഇതിന്റെ മീനിങ് ഐ ആം ബോയ് എന്നാണ്. അപ്പോൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആണ്, പിറ്റ് എന്ന് പറഞ്ഞാൽ ആം ആണ്, സിറ്റ് എന്ന് പറഞ്ഞാൽ ബോയ് ആണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് ഓർഡറിലാവില്ല കൊടുക്കുക. അങ്ങനെ ഓർഡറിലാണെങ്കിൽ പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. ഇറ്റ് നിറ്റ് സിറ്റ്. നിറ്റ് സിറ്റ് അതിന്റെ മീനിങ് ഐ ആം ഗേൾ എന്നാണ്. അപ്പോൾ ഇനി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഇവിടെ ഇറ്റ് ഉണ്ട്, ഇവിടെയും ഇറ്റ് ഉണ്ട്. ഇവിടെ സിറ്റ് ഉണ്ട്, ഇവിടെ സിറ്റ് ഉണ്ട്. അപ്പൊ ഇറ്റും സിറ്റും എന്ന് പറഞ്ഞാൽ ഐയും ആമും ആണ്. ഏത് ഓർഡറിലാന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇറ്റ് ഐ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ആം ആവാം, അല്ലെങ്കിൽ സിറ്റ് ഐ ആവാം, സിറ്റ് ആം ആവാം, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉറപ്പല്ലേ? കാരണം ഇത് രണ്ടും ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്, ഇവിടെയും കോമൺ ആയിട്ട് വരുന്നത് അയ്യാമും ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗേൾ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മളോട് ചോദിക്കുന്നത് ഗേളിനുള്ളത് എന്താണ് കോഡ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി നിറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. അതേപോലത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. 786 എന്താ മീൻ ചെയ്യുന്നത്? സ്റ്റഡി വെരി ഹാർഡ്. ഓക്കെ, 1958 എന്താ മീൻ ചെയ്യുന്നത്? ഹാർഡ് വർക്ക് പേസ്. ഓക്കെ, ഇനി ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. 645 എന്താ മീൻ ചെയ്യുന്നത്? സ്റ്റഡി ആൻഡ് വർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെരി എന്നുള്ളതിന്റെ കോഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വെരി എന്നുള്ളത് ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 6 ഇത് മൂന്നിൽ ഏതോ ആണ് വെരിയുടെ കോഡ് ആണല്ലോ. അതല്ലാത്തൊരു പോസിബിലിറ്റി ഇല്ല. ഒന്നിക്ക് 7 ആവാം, അല്ലെങ്കിൽ 8 ആവാം, അല്ലെങ്കിൽ 6 ആവാം. ഇനി ഇവിടെ നമുക്ക് ഹാർഡ് വരുന്നുണ്ട്, ഇവിടെയും ഹാർഡ് വരുന്നുണ്ട് ആണല്ലോ. ഇവിടെ ഹാർഡ് ഉണ്ട്, ഇവിടെയും ഹാർഡ് ഉണ്ട്. ഇവിടെ രണ്ടും കോമൺ ആയിട്ട് വരുന്നത് 8 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായാലും 8 അല്ല. വെരിക്കുള്ള കോഡ് എന്ന് പറയുന്നത് 8 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി 6 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, ഇവിടെ 6 വരുന്നുണ്ട്, ഇവിടെയും 6 വരുന്നുണ്ട്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് സ്റ്റഡി ആണ് വരുന്നത്. അപ്പൊ സ്റ്റഡിയുടെ കോഡാണ് 6 എന്ന് പറയുന്നത്. അപ്പൊ 6 അല്ല. ആൻസർ 7 ആണ്. 7 ആണ് വെരി എന്ന് പറയുന്നതിന്റെ കോഡായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ റീസണിങ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കോഡിങ് വരുന്നത്. ഇത് അതിലേറെ ഈസിയാണ്. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുനോക്കാം. നോക്കുക. ഇഫ് വൈറ്റ് ഈസ് കാൾഡ് ബ്ലൂ ഈസ് കോൾഡ് റെഡ് ഈസ് കോൾഡ് യെല്ലോ ഈസ് കാൾഡ് ഗ്രീൻ ഈസ് കോൾഡ് ബ്ലാക്ക് ഈസ് കോൾഡ് വയലറ്റ് ഈസ് കോൾഡ് ഓറഞ്ച്, ദെൻ വാട്ട് വിൽ ബി ദ കളർ ഓഫ് ഹ്യൂമൻ ബ്ലഡ്? നമുക്ക് നമ്മുടെ ബേസിക് ലോജിക്ക് നമുക്ക് അറിയണതാണ് ഹ്യൂമൻ ബ്ലഡ് എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുക? റെഡ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ടാവും. റെഡ് ഈസ് കോൾഡ് നോക്കുക. റെഡ് ഈസ് കോൾഡ് എവിടെ? യെസ്, ദിസ് വൺ. റെഡ് ഈസ് കോൾഡ് യെല്ലോ. നമ്മുടെ ആൻസർ യെല്ലോ വരും. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരിക, റെഡ് ഈസ് കോൾഡ് യെല്ലോ എന്നാണോ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ പരിഗണിക്കേണ്ടത്, ബ്ലൂ ഈസ് കോൾഡ് റെഡ് എന്നുള്ളതാണോ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ.
ആദ്യം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ആൻസർ അതായത് ഹ്യൂമൻ ബ്ലഡ് എന്ത് കളറാണെന്നുള്ളത് നോക്കുക. അത് നമുക്ക് റെഡ് ആണ് അല്ലെ, നമ്മുടെ രക്തത്തിന്റെ നിറം ചുവപ്പാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ റെഡ് ആണെന്നുള്ളത് നോക്കി. പിന്നെ റെഡ് ഈസ് കോൾഡ്, റെഡ് ഇന്നതാണ് പറയാ അല്ലെ, റെഡ് ഈസ് കോൾഡ്. ആ ഒരു ആൻസറും കൂടി ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, റൈറ്റ് ആൻസർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. റെഡ് ഈസ് യെല്ലോ എന്നുള്ളതാണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടൈപ്പും നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങളുടെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള NMSൽ തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 13 ലാംഗ്വേജ് ക്രിയേറ്റിംഗ് ഈസ് കോഡഡ് ആസ് 2 3 4 5 6 7 8 9, then how is rate coded in the same language? ഒരു പ്രത്യേക ഭാഷയിൽ ക്രിയേറ്റിംഗ് എന്ന വാക്കിനെ 2 3 4 5 6 7 8 9 എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഇതേ ഭാഷയിൽ റേറ്റിനെ അല്ലെ റേറ്റ് എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ക്രിയേറ്റിംഗ് ആദ്യം നോക്കാം. ഓക്കെ, ക്രിയേറ്റിംഗ്. ഓക്കെ, അതിന്റെ കോഡ് 2 3 4 5 6 7 8 9 ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റിന്റെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. റേറ്റിലെ എല്ലാ ലെറ്റേഴ്സും മുകളിലുണ്ടല്ലോ. സോ ആറിന്റെ കോഡ് 3, എൻ്റെ കോഡ് 5, ഇയുടെ കോഡ് 6, ഇയുടെ കോഡ് 4. 3 5 6 4, 3 5 6 4. ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് ആണ്. സോ സിമ്പിൾ ആയിട്ട് ആ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള വേറൊരു ചെറിയ വേർഡാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ ചോദ്യം, കേരള ഈസ് കോഡഡ് ആസ് LFS PMB. ഇൻ ദ സെയിം കോഡ് ആന്ധ്ര ഈസ് കോഡഡ് ആസ്. കേരള എന്ന വാക്കിനെ LFS PMB എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഇതേ കോഡിൽ ആന്ധ്രയെ കോഡ് ചെയ്താൽ കേരള. കേരള. ഓക്കെ, കോഡ് വരുന്നത് LFS PMB. ഓക്കെ, നമുക്ക് പൊസിഷൻ വാല്യൂസ് ഇട്ട് കൊടുക്കാം. K 11ാമത്തെ ലെറ്റർ ആണ്, L 12ാമത്തെ ലെറ്റർ ആണ്, E 5ാമത്തെ ലെറ്റർ ആണ്, F 6ാമത്തെ ലെറ്റർ ആണ്, R 18 ആണ്, S 19 ആണ്, A 1ാമത്തെ ലെറ്റർ ആണ്, B 2ാമത്തെ ലെറ്റർ ആണ്, L 12 ആണ്, M 13 ആണ്. ഓക്കെ, A 1ാമത്തെ ലെറ്റർ ആണ്, B 2ാമത്തെ ലെറ്റർ ആണ്. സോ നിങ്ങൾക്ക് ഡയറക്ട്ലി ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ലെറ്റർ അടുത്ത ലെറ്റർ അടുത്ത ലെറ്റർ അങ്ങനെ അടുത്തടുത്ത ലെറ്റർ ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ആന്ധ്ര, അപ്പോൾ A കഴിഞ്ഞ അടുത്തൊരു ലെറ്റർ ഏതാണ്? B ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ഓപ്ഷനിലും ഫസ്റ്റ് B തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് N കഴിഞ്ഞ അടുത്തത് O ആണ്, എല്ലാ ഓപ്ഷനിലും O ആണ്. E കഴിഞ്ഞ അടുത്തത് E ആണ്, എല്ലാത്തിലും D ആണ്. നെക്സ്റ്റ് R കഴിഞ്ഞ അടുത്തത് S ആണ്. ഓക്കെ, ഇവിടെ ഇത് കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് H കഴിഞ്ഞ അടുത്തത് I ആണ്. നെക്സ്റ്റ് A കഴിഞ്ഞ അടുത്തത് B ആണ്. സോ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരിക. ഇവിടെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് A ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇഫ് C is equal to 3, ABE is equal to 8, then ABLE is equal to. ഓക്കെ, നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If C is equal to 3, ABE is equal to 8, then ABLE is equal to. ഓക്കെ, അപ്പൊ C 3 ആണ് അല്ലേ? ഓക്കെ, ABE is equal to 8 ആണെന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ വന്നത് നോക്കാം. അപ്പൊ C എന്ന് പറയുന്നത് 3ാമത്തെ പൊസിഷനിലുള്ള ലെറ്റർ ആണ് അല്ലേ? അങ്ങനെ ഡയറക്ട്ലി നമുക്കത് 3 ആണെന്ന് പറയാൻ പറ്റും. ABC 3ാമത്തെ ലെറ്റർ അല്ലേ? A എന്ന് പറയുന്നത് 1ാമത്തെ ലെറ്റർ ആണ്, B 2ാമത്തെ ലെറ്റർ ആണ്, E 5ാമത്തെ ലെറ്റർ ആണ്. 1 + 2 + 5 നമുക്ക് 8 വരുന്നുണ്ട്. ലോജിക്ക് നമുക്ക് കിട്ടി. ഇനി ഏബിൾ ആണ് കണ്ടെത്താനുള്ളത്. ഏബിൾ. ഓക്കെ, സോ ജസ്റ്റ് നോക്കാം. A എന്ന് പറയുന്നത് 1ാമത്തെ ലെറ്റർ ആണ്, B 2ാമത്തെ ലെറ്റർ ആണ്, L 12ാമത്തെ ലെറ്റർ ആണ്, E 5ാമത്തെ ലെറ്റർ ആണ്. 1 + 2 3 ആണ്, 3 + 5 8 ആണ്, 8 + 12 20 വരും ആണല്ലോ. ഒന്നുകൂടി കൺഫേം ചെയ്യാം. A1 B2, അപ്പൊ 3 ആയി. 3 + 12 15 ആണ്, 15 + 5 നമുക്ക് 20 റൈറ്റ് ആൻസർ ആയിട്ട് വന്നു, ശരി ഉത്തരമായിട്ട് വന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, മനു ഈസ് കോഡഡ് ആസ് LBMV, then ബാമി ഈസ് കോഡഡ് ഇൻ ദ സെയിം കോഡ് ആസ്. മനു എന്ന വാക്കിനെ LBMV എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഇതേ കോഡിൽ ബാമിയെ കോഡ് ചെയ്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്.
സോ നോക്കുക, മനു. ഓക്കെ, അതിന്റെ കോഡായിട്ട് വരുന്നത് LBMV. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാമി. ഓക്കെ, അപ്പൊ മനുവിന്റെ M 13ാമത്തെ ലെറ്റർ ആണ്, L 12ാമത്തെ ലെറ്റർ ആണ്, A 1ാമത്തെ ലെറ്റർ ആണ്, B 2ാമത്തെ ലെറ്റർ ആണ്, N 14ാമത്തെ ലെറ്റർ ആണ്, M 13ാമത്തെ ലെറ്റർ ആണ്, U 21ാമത്തെ ലെറ്റർ ആണ്, V 22ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ -1, അടുത്തത് +1, വീണ്ടും -1, അടുത്ത് +1. ആദ്യം -1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ ബിയിൽ നിന്ന് -1 ചെയ്യുന്ന സമയത്ത് നമുക്ക് A ആണ് വരിക. എയിൽ നിന്ന് +1 ചെയ്യുമ്പോൾ B ആണ്. ഈ എമ്മിൽ നിന്ന് -1 ചെയ്യുമ്പോൾ M 13ാമത്തെ ആണ്, അതിന്റെ മുമ്പുള്ളത് L ആണ്. വൈയിൽ നിന്ന് +1 ചെയ്യുമ്പോൾ Z. അപ്പൊ ABLZ. ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്യാം, ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇഫ് A is equal to 1 and is equal to 11420, then ADMI is equal. A എന്നത് 1ഉം അതുപോലെ തന്നെ ആൻഡ് 11420 ആണ് എങ്കിൽ ADMI എന്തായിരിക്കും? ഓക്കെ, അപ്പൊ ഇവിടെ റിലേഷൻ സിമ്പിൾ ആണ്, കാര്യമായിട്ടൊന്നുമില്ല. A ഫസ്റ്റ് ലെറ്റർ ആണ് 1 എന്ന് കൊടുത്തു, A ഫസ്റ്റ് ലെറ്റർ ആണ്, ഈ ഒരു 1 കൊടുത്തു, N 14ാമത്തെ ലെറ്റർ ആണ്, അതാണ് 14 എന്ന് കൊടുത്തിട്ടുള്ളത് ആണല്ലോ. ഈ N 20ാമത്തെ ലെറ്റർ ആണ്, അതാണ് 20 കൊടുത്തിട്ടുള്ളത്. ഈ ADM എന്തായിരിക്കും? ADMI. ഇപ്പൊ A എന്ന് പറയുന്നത് 1ാമത്തെ ലെറ്റർ ആണ്, B 4ാമത്തെ ലെറ്റർ ആണ്, M 13. 13 അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക, ആഡ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക, 13 എഴുതി കൊടുക്കുക. നെക്സ്റ്റ് I എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്റർ ആണ്. 14139, 14139 ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. അടുത്തൊരു ചോദ്യം, ഇൻ എ സെർട്ടൈൻ കോഡ് മനു ഈസ് റിട്ടൺ ആസ് QERY, ഹൗ ഈസ് കുമാർ റിട്ടൺ ഇൻ ദ സെയിം കോഡ്? ഒരു പ്രത്യേക കോഡിൽ മനു എന്ന് എഴുതിയിരിക്കുന്നത് QERI എന്നാണ് എങ്കിൽ ഇതേ കോഡിൽ കുമാർ എങ്ങനെ എഴുതും? ഓക്കെ, നമുക്ക് ജസ്റ്റ് മനുവിന്റെ കേസ് ഒന്ന് നോക്കാം. മനു QERI അല്ലേ? QERY, I അല്ല, RY, QERY. അങ്ങനെയാണെങ്കിൽ കുമാർ. അപ്പൊ ആദ്യം ഇവിടെ റിലേഷൻ എന്താന്ന് നോക്കാം. മനു 13ാമത്തെ ലെറ്റർ ആണ്, A 1ാമത്തെ ലെറ്റർ ആണ്, N 14ാമത്തെ ലെറ്റർ ആണ്, U 21ാമത്തെ ലെറ്റർ ആണ്, Q 17 ആണ്, ഇജോട്ടി വെച്ചിട്ട് നമുക്കറിയാം 5 ആണ്, R 18 ആണ്, ഇജോട്ടി വെച്ചിട്ട് Y നമുക്ക് കിട്ടും 25 ആണ്. സോ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? 13ൽ നിന്ന് 17 ആയി, ദാറ്റ് മീൻസ് +4 ആണ് വരുന്നത്, +4 ആണ് വരുന്നത്. ഇനി 1ൽ നിന്ന് 5ലോട്ട് വന്നു, ദാറ്റ് മീൻസ് അവിടെയും +4 ആണ് വരുന്നത്. 14ൽ നിന്ന് 18ലോട്ട് വന്നു, +4 ആണ് വരുന്നത്. 21ൽ നിന്ന് 25ലോട്ട് വന്നു, +4 ആണ് വരുന്നത്. ക്രാക്ക് ചെയ്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താം. എന്താണ്? കുമാർ. ഓക്കെ, കുമാർ എന്നുള്ളതിൽ ഓരോ ലെറ്റേഴ്സും എത്രയൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം. കുമാർ. ഓക്കെ, ആദ്യത്തെ 11ാമത്തെ ലെറ്റർ ആണ്, 21 ആണ്, അടുത്തത് 13 ആണ്, അടുത്തത് 1 ആണ്, അടുത്തത് 18 ആണ്. ഓക്കെ, അപ്പൊ 11ലേക്ക് 4 കൂട്ടുമ്പോൾ 15 ആവും, 21ലേക്ക് 4 കൂട്ടുമ്പോൾ നമുക്ക് 25 ആവും, 13ലോട്ട് 4 കൂട്ടുമ്പോൾ 17 ആയി, 1ലേക്ക് 4 കൂട്ടുമ്പോൾ 5 ആയി, 18ലോട്ട് 4 കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് വരും? നമുക്ക് 22 ആയിട്ട് വരും. അപ്പോൾ 15ാമത്തെ ലെറ്റർ O ആണ്. അപ്പോൾ O നമുക്ക് ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാം, കാരണം അവിടെ ഫസ്റ്റ് O അല്ല, ഇവിടെയും O അല്ല. ഈ രണ്ടാമത്തേത് Y ആണ്, 25ാമത്തെ ലെറ്റർ രണ്ട് കേസിലും Y തന്നെയാണ്. നെക്സ്റ്റ് 17ാമത്തെ ലെറ്റർ Q ആണ്, രണ്ട് കേസിലും Q തന്നെയാണ്. അടുത്ത 5ാമത്തെ ലെറ്റർ രണ്ട് കേസിലും E തന്നെയാണ്. 22ാമത്തെ ലെറ്റർ V ആണ്. നമുക്ക് കട്ട് ചെയ്യാം, ഇവിടെ ആണ് റൈറ്റ് ആൻസർ വരിക. സോ ഇങ്ങനെയും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് രണ്ട് ഓപ്ഷനിൽ ഞാൻ ബാക്കിയായില്ല, ഈ ഒരു ഓപ്ഷനിലും ഞാൻ ബാക്കിയായി. നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് വാച്ച് ചെയ്യാം. OYQE, ഇവിടെയും OYQE. അപ്പൊ ഡയറക്ട്ലി നിങ്ങൾക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്യാം, ബാക്കിയുള്ള ഡിജിറ്റ് ഒന്നും ചെക്ക് ചെയ്യാതെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ വേഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഡെസിഫറിംഗ് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി തന്ന് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇൻ എ സർട്ടൈൻ കോഡ് 123 മീൻസ് ഇറ്റ് ഈസ് ഗ്രീൻ, 345 മീൻസ് ഡോഗ് ഈസ് ജമ്പിങ്, 356 means is jumping good, 728 means green pet parrot, 637 means parrot is. ഓക്കെ, ഇത്രയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്? റിലേഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ
ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിൽക്കുക. ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ട, ഫുൾ കോഡ് ക്രാക്ക് ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ എല്ലാതൊന്നും നമുക്ക് നോക്കേണ്ടതായിട്ട് വരില്ല. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ കോഡ് ഫോർ ഈസ് എന്നുള്ളതാണ്. ഈസ് എന്നുള്ളതിന്റെ കോഡ് എന്തായിരിക്കും? ഈസിനെ സൂചിപ്പിക്കുന്ന കോഡ് ഏത്? ഈസിനെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടത്. നോക്കുക, ഈസ് ആണ് നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടത്. ഈസ് എവിടേക്കുണ്ട് നോക്കാം. ഫസ്റ്റത്തതിൽ ഒരു ഈസ് വരുന്നുണ്ട്, മൂന്നാമത്തതിലും ഒരു ഈസ് വരുന്നുണ്ട്, ലാസ്റ്റത്തതിലും ഈസ് വരുന്നുണ്ട്. ഇതിലൊക്കെ കോമൺ ആയിട്ട് ഇവിടെ 1 2 3 ഉണ്ട്. ഓക്കെ, ഇവിടെ 3 4 5 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് 3 തന്നെ വരുന്നുള്ളൂ. അല്ലെ? അപ്പൊ ഈസിന്റെ ഇവിടെയും 3 വരുന്നുണ്ട്. അപ്പൊ ഈസിന്റെ കോഡ് 3 ആണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അവിടുന്ന് കിട്ടും. ഈസിന്റെ ഏതാണ്? 3 ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഗ്രീനിനെ സൂചിപ്പിക്കുന്ന കോഡ് ഏതാണ്? ഗ്രീന്. അപ്പൊ ഗ്രീൻ എവിടെയൊക്കെ ഉള്ളത്? ഗ്രീൻ ഫസ്റ്റത്തതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ ഫസ്റ്റത്തതിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 1 2 3 അല്ലേ? അപ്പൊ ഗ്രീനിന്റെ കോഡ് ഒന്നിക്ക് 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 3 ആവാം. ഈ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. വേറെ ഒന്നും ആവാൻ ഒരു സാധ്യതയും തന്നെ അവിടെ ഇല്ല. ഇനി വേറെ ഇവിടെ ഗ്രീൻ ഉള്ളത്? ഇവിടെ ഗ്രീൻ ഉണ്ട്. ഇവിടെ 7 2 8 ഉണ്ട്. അപ്പൊ 7ഉം 8ഉം അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് 2 മാത്രമേ ഉള്ളൂ. 2 ആണ് ഗ്രീനിന്റെ കോഡായിട്ട് വരുന്നത്. സോ ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് d is equal to 4, DAL is equal to 17, then diet is equal to എത്രയാണെന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും